ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലത്തനാണ്. ഏതാണ്ട് 4-6 മാസമായുള്ളൂ ഡബ്ലിനിൽ നിന്നും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ കലാപരിപാടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു മരണ വീട് പോലെ എനിക്ക് തോന്നരുത്. ഒരു മിമിക്രി കലാകാരൻ ഒരു വേദിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും കിട്ടേണ്ട ഒരു വസ്തു നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതെനിക്ക് കിട്ടണം. അത് ഞാൻ വാങ്ങിയെടുത്തിട്ട് ഈ വേദിയിൽ നിന്ന് പോകുകയുള്ളൂ. ഈ ചെറിയ കലാപരിപാടി നിങ്ങളുടെ കൈകളിൽ ചിലപ്പോൾ കൊച്ചു കുട്ടികളുണ്ടാവും, മറ്റുള്ള വസ്തുക്കളുണ്ടാവും. അതില്ലാത്തവർ തീർച്ചയായും എനിക്ക് കൈയടി തന്ന് പ്രോത്സാഹിപ്പിക്കണം. കാരണം ഞാൻ ഡബ്ലിനിൽ നിന്നുള്ള ഒരു വരവാണ്. ഡബ്ലിനിൽ നിന്നുള്ള ആളാണ് നമ്മുടെ ഗാനമേള ട്രൂപ്പ് നയിക്കുന്ന ഷൈജു ലേവർ. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഡബ്ലിനിൽ നല്ല കൈയടികൾ കിട്ടാറുണ്ട്. വാട്ടർഫോർഡ് അത് കിട്ടും എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർഫോർഡിൽ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ടൊരു കലാപരിപാടി അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു കലാകാരനോ വലിയൊരു കലാരൂപമൊന്നും അല്ല നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ചെറിയ പരിപാടി നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ചെയ്യുന്നു. എനിക്ക് ആത്മാർത്ഥമായ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണം എന്ന വിശ്വാസത്തോടുകൂടി എൻ്റെ ഈ എളിയ കലാരൂപത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ആർദ്രമായ സ്വാഗതം. കൈയടി വന്നില്ലേ അപ്പം പരിപാടി നിർത്തിട്ട് പോകും. കാര്യം ഇത് കാശ് വാങ്ങിയിട്ടുള്ള പരിപാടിയല്ല. എനിക്ക് ആകെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ഇത് വാങ്ങണം, വാങ്ങിയിട്ടേ ഞാൻ പോവുള്ളൂ. ഓക്കെ, ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കണം. അതൊരു സുഖമാണ് കേൾക്കാനേ. ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സുഖമാണ്. നമ്മളെ ഒരു വള്ളംകളി മത്സരം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ടാവും. ഒരു വള്ളംകളി മത്സരം നിങ്ങളെ ആ ഒരു വേദിയിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. നമ്മളൊക്കെ റേഡിയോയിൽ ഒരു കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട് വള്ളംകളി മത്സരം. ഇതാ ഒരു വള്ളംകളി മത്സരം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 46ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ഫൈനൽ ഹിറ്റ്സ് മത്സരം ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ഈ വള്ളംകളി മത്സരത്തിൽ 1ാം ട്രാക്കിൽ കാരിച്ചാൽ, 2ാം ട്രാക്കിൽ ജവഹർ താങ്കരി, 3ാമത്തെ ട്രാക്കിൽ ആനാരി പുത്തൻചുണ്ടൻ, 4ാമത്തെ ട്രാക്കിൽ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ വള്ളവുമില്ല. മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ 46ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ഫൈനൽ ഹിറ്റ്സ് ഞങ്ങൾ തന്നെ ഉറക്കെ കപ്പ നേടുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജനരാജാക്കന്മാരെ പോലെ അതാ 3 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഒരേ വേഗത്തിൽ തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് ഈ വേദിയിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും ഒക്കെ കാണാൻ സാധിക്കുന്നത്. 1ാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, 2ാമത്തെ ട്രാക്കിൽ ജവഹർ താങ്കരി, 3ാമത്തെ ട്രാക്കിൽ ആനാരി പുത്തൻചുണ്ടൻ. അങ്ങനെ 3 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഒരു വേഗതയിൽ അങ്ങനെ കുതിച്ചു വരികയാണ് ജനരാജാക്കന്മാരെ പോലെ. ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ഫൈനൽ ഹിറ്റ്സിൽ ആരും 1ാം സ്ഥാനം എത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഒന്നും തന്നെ പറയാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ മൈക്ക് ഞാൻ ബഹുമാനപ്പെട്ട റെവറൻ ഫാദർ ഇട്ടിയോവർഗി അച്ഛന് കൈമാറുകയാണ്. കർത്താവിൽ പ്രിയ കുഞ്ഞാടുകൾ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മത്സരത്തിന്റെ പേരാണ് വള്ളംകളി മത്സരം. ഈ മത്സരത്തിൽ 1ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് കാരിച്ചാൽ പുത്തൻചുണ്ടനാണ്. 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് ആനാരി ചുണ്ടനാണ്. 3ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് ജവഹർ താങ്കരിയാണെന്ന് തോന്നുന്നു. കർത്താവേ, 1ാമത്തെ ട്രാക്കിൽ വരുന്ന കാരിച്ചാൽ ചുണ്ടന് നീ കൂടുതൽ ശക്തി വരണേ, ശക്തി നൽകണമേ. കാരണം അതിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ അതിന്റെ ഇടയൻ അല്ലെങ്കിൽ കാരിച്ചാൽ ചുണ്ടനെ നയിക്കുന്ന ആ വിശിഷ്ട വ്യക്തി പത്രോസ് എന്ന കുഞ്ഞാടാണ്. കാരണം പത്രോസ് എൻ്റെ ഇടവകയിലെ ഒരംഗമാണ് എന്നത് മാത്രമല്ല, പത്രോസ് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വന്നപ്പോഴും പള്ളിക്ക് 10,000 രൂപ സംഭാവന ചെയ്താണ്. കർത്താവേ, മറ്റു വള്ളങ്ങളെ നീ നോക്കിക്കളയണമേ, അല്ലെങ്കിൽ താഴ്ത്തിക്കളയണമേ. ഇവിടെ നിന്ന് നോക്കിയെടുക്കാം ഏത് വള്ളമാണ് ഏറ്റവും മുൻപില, ഏത് വള്ളമാണ് ഏറ്റവും പിറകിലെന്ന് എനിക്ക് നിങ്ങൾക്ക് ആർക്കും തന്നെ പറയാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ മൈക്ക് ഞാൻ ഓഫ് ചെയ്തു കൊള്ളുന്നു. അച്ഛൻ ക്ഷമിക്കണം, സോറി, ഇതൊരു കലാരൂപം മാത്രമാണ്. സോറി. അപ്പം എനിക്ക് കിട്ടാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് കിട്ടണം.
നമുക്ക് നിങ്ങളുടെ താളം ഒന്ന് നോക്കാം, ഒന്ന് ചൂടാവാനുണ്ട്. കുറെ നേരമായി നമ്മുടെ ഇടയിലുള്ള ഒരുപാട് കുട്ടികൾ അവരെ കൊണ്ട് കഴിയുന്ന കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു, ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു. അതിന് നമുക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് നിങ്ങളുടെ കയ്യടിയാണ്. എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. പല കുട്ടികളും എത്ര നാളുകൊണ്ട് സ്റ്റേജിൽ കയറുന്നതാണ്. നിങ്ങൾക്ക് കൈയടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, ആ കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, കരിമടി കുട്ടനും നന്ദി. കുട്ടാനറിയാം, കൊട്ടാനറിയാം. കലഭവൻ മണി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരുപാട് പാടി കേരളത്തിന്റെ ദേശീയ ഗാനമാക്കിയ ഒരു പാട്ടുണ്ട്. ഓടേണ്ട ഓടേണ്ട വന്നില്ല, ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ടാറിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം ശിമക്കൊന്ന, പച്ചരി ചോറുണ്ട്, പച്ചമീൻ ചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി പോന്നോളൂട്ടോ. ആ പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ കൊത്തുണ്ട്, സൂക്ഷിച്ചു വന്നോളൂ പൊന്നിയേട്ട. ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടാരത്തള്ളയ്ക്ക് ഉറക്കമില്ല. മണി ഗൾഫ് നാടുകളിലും യൂറോപ്പിലും ഒക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ പാടിയ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് കരുതി കലാഭമണി അദ്ദേഹത്തിന്റെ രീതിയിൽ ഇംഗ്ലീഷിലേക്ക് ഈ പാട്ടിനെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുക. മണി ഇങ്ങനെ പാടിയിട്ടില്ല, ഇത് എൻ്റെ ഭാവനയിൽ ഞാൻ കണ്ടതാണ്. മണിച്ചേട്ടൻ ഈ പാട്ട് അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ഈ പാട്ടൊന്ന് മാറ്റുകയാണ്. ഇങ്ങനെ എനിക്ക് തരാനുള്ളത് മറക്കരുത്. ഓടേണ്ട ഓടേണ്ട എന്ന പ്രശസ്തമായ പാട്ട് എൻ്റെ ഭാവനയിൽ മണിച്ചേട്ടൻ ഇംഗ്ലീഷിലേക്ക് പാടിയാൽ എങ്ങനെയാണ്? റണ്ണേണ്ട റണ്ണേണ്ട റണ്ണി തളരേണ്ട, ഓമന ഫ്ലവർവേസ് വാടിടേണ്ട, ഓമന ഫ്ലവർവേസ് വാടാതെ കെയർ ചെയ്താൽ ഓമന ലിപ്സ്റ്റിക്കിൽ കിസു നൽകാം. ടാറിട്ട റോഡാണ്, റോഡിന്റെ നിയറാണ്, ഹൗസിന്റെ സിഗ്നൽ തശിമ കൊന്ന, വൈറ്റേരി ചോറുണ്ട്, വയറ്റുമിച്ചാറുണ്ട്, ഉച്ചയ്ക്കു മീൽസാനായി പോന്നോളൂട്ടോ. ആ പുഞ്ചവരമ്പത്ത് സ്നേഹിന്റെ ഗോളുണ്ട്, സൂക്ഷിച്ചു വന്നോളൂ പൊന്നു ബ്രദറെ. പൺകൊട്ട് കിറോസിൻ കട്ടിലിരും വരെ പണ്ടാര മകന് സ്ലീപ്പില്ല. അടുത്തതായി DPEP സമ്പ്രദായം നാട്ടിൽ ഒരുപാട് കൊണ്ടുപിടിച്ച് നടന്ന ഒരു കാലഘട്ടമുണ്ട്. കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചാൽ കുഴപ്പമാണോ, ഇങ്ങനെ പഠിപ്പിച്ചാൽ കുഴപ്പമാണോ എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും. അപ്പോൾ അത്തരത്തിലൊരു DPEP സ്കൂളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോയി. അവിടെ കുട്ടികളെ 1, 2, 3 എന്ന പഠിപ്പിക്കുന്ന ഒരു കണക്കധ്യാപകർ, അവർ 3 ജാതിക്കാരാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ജാതിയുടെ സമ്പ്രദായത്തിലായതുകൊണ്ട് ഈ പാട്ടും അങ്ങനെ പോകും. ആദ്യമായിട്ട് കുട്ടികളെ 1, 2, 3 എന്ന് പഠിപ്പിക്കാൻ വരുന്നത് ഒരു ഹിന്ദു ആണെങ്കിൽ അദ്ദേഹം കുട്ടികളെ 1, 2, 3 എന്നുള്ളത് എങ്ങനെ പഠിപ്പിക്കും? ശ്രദ്ധിക്കുക, കിട്ടാനുള്ളത് മറക്കരുത്. എനിക്ക് തരണം. ഒരു ഹിന്ദുവായിട്ടുള്ള ആള് കുട്ടികളെ 1, 2, 3 എങ്ങനെ പഠിപ്പിക്കുന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129,
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പോകും. അടുത്തതായിട്ട് ഈ ഗാനം പഠിപ്പിക്കാൻ വരുന്നത് മുസ്ലിമായ അധ്യാപകനാണ്. മലപ്പുറംകാരാണെങ്കിൽ എങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച്
ഇത് പഠിപ്പിക്കാൻ വരുന്നത് ഒരു ബെന്തിക്കോസുകാരനായ പാസ്റ്ററാണെങ്കിൽ അദ്ദേഹം എങ്ങനെ പഠിപ്പിക്കും? ഒരു ബെന്തിക്കോസുകാരനായ പാസ്റ്ററാണ് ഈ പാട്ട് പഠിപ്പിക്കാൻ വരുന്നെങ്കിൽ 1, 2, 3 എങ്ങനെ പഠിപ്പിക്കും? ശ്രദ്ധിക്കാം. ആ ലൈനിൽ പോകും സാധനം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, അടുത്തതായി 1-2 ചെറിയ ഐറ്റം കൂടെ കഴിഞ്ഞ് ഞാൻ നിർത്തിയാണ്. കാര്യം ഇനിയും പരിപാടികൾ ഒരുപാട് വരാനുണ്ട്. മലയാള സിനിമയിൽ നിന്നും 2-3 താരങ്ങളെ മാത്രം അവതരിപ്പിക്കുകയാണ്. കാര്യം കൂടുതൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല, എൻ്റെ തൊണ്ട അടങ്ങിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ എക്കാലത്തെ കാരണവരായ ചെമ്മീൻ എന്ന ചിത്രം കൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ശ്രീ മധുവിനെ ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ശ്രീ മധു. കഴിക്കുമ്പ പോയാലും കഴിക്കുമ്പയുടെ ഓർമ്മകളും വേണ്ടി ഈ കഴക്കിയിലൂടെ ഞാൻ പാടിപ്പാടിനാണ്. അങ്ങനെ ചങ്കുപൊട്ടി മടിക്ക് കത്തുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. അടുത്തതായി ശ്രീ ജനാർദ്ദൻ. പൊട്ടപ്പൻ എടാ ഞോട്ടോ നോക്കിരിക്കാതെ വല്ല 2 കാലം അടിച്ചൊടിക്കണ. അയ്യോ 8 കാലമാണ് അടിച്ചൊടിക്കുന്നത്. അടുത്തതായി ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഒരു വലിയ ഇടം നേടിയ ശ്രീ 500 ശ്രീ NN പിള്ളയെ ഈ വേദിയിൽ. ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ മകളോ പടങ്ങോ പടങ്ങോ നയമോ മകോ പരമ ഏതുപോലെ ഒരുപാട് നന്ദിയുണ്ട്. ഒരു മരണവീട് എന്ന് പറഞ്ഞത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു, ക്ഷമ. ഒരുപാട് സപ്പോർട്ട് തന്നു. വാട്ടർഫോർഡുകാർ നന്നായി കൈയടിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എനിക്കല്ല, ഇങ്ങനെ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുകുട്ടികൾ എല്ലാവർക്കും ആത്മാർത്ഥമായി കൈയടിക്കുക. അവർക്ക് കൈയടി കൊടുക്കട്ടെ, അവർ കേൾക്കട്ടെ. അതൊരു വലിയ സന്തോഷമാണ്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും പറഞ്ഞാണ് ഞാൻ കൈയടി വാങ്ങുന്നത്. അവർക്കത് അറിയില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ഒരു പുതുവത്സരം വാട്ടർഫോർഡ് മലയാളി അസോസിയേഷന്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര, ഇനി മരിച്ചാലും വേണ്ടില്ല, ആദ്യമായിട്ട് ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇറങ്ങി പോന്നിട്ട് അളിയ നീ ആ മധു ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞു. ഇനി ഇടിവെട്ടിരിക്കാനും വേണ്ടിയില്ല. ഏതായാലും മധുവിനെ ഒന്നുകൂടെ അവതരിപ്പിക്കുന്നു. ആദ്യം പേടിച്ചു, മധുവിനെ തെറ്റിച്ചു, ഇനി നീ ഇത് മേലെ അവതരിപ്പിക്കുന്നുണ്ടാണ്. സന്തോഷമുണ്ട്. മധുവിനെ ഒന്നുകൂടെ അവതരിപ്പിക്കും. ഓ ഈശ്വര. ഷൈജു ഡബ്ലിംഗാർ ഇന്ന് വരെ തിരിച്ചു പറഞ്ഞിട്ടില്ല, ഇനി മേലെ മോഹൻലാൽ അവതരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയുടെ എൻ്റെ പ്രിയപ്പെട്ട ശ്രീ മധു സാറിനെ ഒരിക്കൽ കൂടി ഈ വേദി. കഴിക്കുമ്പ പോയാലും കഴിക്കുമ്പയുടെ ഓർമ്മകളും പേടി ഈ കഴക്കിയിലൂടെ ഞാൻ പാടി നടക്കും. അങ്ങനെ ചങ്കുപൊട്ടി മഴുകി കത്തുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. I love you.